പ്രിയ കൽദായ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ നെർവസാണ്. പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ നെർവസാണ്. ഒന്നാമത്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് മറ്റൂർ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ്. അവിടെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അഡ്മിറ്റായതാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഒരു വട്ടം കൽദായർ മറ്റൂർ പള്ളി വികാരി അച്ഛനെ മർദ്ദിച്ച് അവശനാക്കി എന്നുള്ള വിമതന്മാരുടെ ഒരു ആരോപണം നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിൽ ഞങ്ങൾ 10-15 പേര് അച്ഛനെ വളഞ്ഞ് ആക്രമിച്ചു എന്നാണ് ആരോപണം. അതിനെപ്പറ്റി അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. വളരെ ദുഃഖത്തോടെയും മനോവിഷമത്തോടെയും കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ നമ്മുടെ എൻ്റെ ഫ്രണ്ട് കുടിയിരിപ്പിൽ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മാർ ആലഞ്ചേരി പറഞ്ഞതനുസരിച്ച് ഈ മഞ്ഞളി അച്ഛന് ഈ സിരട് കുർബാനയുടെ ഒരു ഡോസ് കൊടുക്കണമെന്ന്. ആ ഡോസ് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് സിരട് കുർബാന തുടർന്നും ചൊല്ലിക്കണമെന്ന് കർദിനാൾ ആവശ്യപ്പെട്ടു. അത്രേ താഴത്തും തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം നല്ലൊരു കാര്യത്തിലാണല്ലോ എന്ന് കരുതി ഞാൻ ഈ കുടിയിരിപ്പിൻ്റെ വാക്ക് കേട്ട് ഞാൻ പോയി. അങ്ങനെ ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ചെന്നു കഴിയുമ്പോൾ അച്ഛനോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, ഈ സിനഡ് കുർബാന തുടർന്നും ചെല്ലണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വൈദികരുടെ പട്ടം, ഡീക്കന്മാരുടെ പട്ടം കൊടുക്കുന്നതുവരെ, അതുപോലെ തന്നെ ജനാഭിമുഖ കുർബാന അംഗീകരിച്ച് കിട്ടുന്നതുവരെ ഇവിടെ സിനഡ് കുർബാന ചെല്ലുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, 1-2 പറഞ്ഞ് കശപിശയായപ്പോഴത്തേക്കും അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഷെൽഫിലേക്ക് പോയി. അദ്ദേഹം ഒരു അരപ്പെട്ട പോലെ ഒരു സാധനം എടുത്തു, കറുത്ത ഒരു അരപ്പെട്ട. അദ്ദേഹം ജൂബയാണ് ധരിച്ചിരുന്നത്, അപ്പോൾ ജൂബ ധരിച്ചിരുന്നു. അദ്ദേഹം ആ പട്ട എടുത്ത് കെട്ടി. അത് ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റായിരുന്നു അത്. അപ്പോൾ ഈ കുടിയിരിപ്പിയും മറ്റുള്ളവർ എന്നോട് പറഞ്ഞിരുന്നത്, അച്ഛൻ നമ്മളെന്തെങ്കിലും ശുശ്രൂഷ ചെയ്താൽ, കൈവപ്പ് ശുശ്രൂഷ നടത്തിയാൽ അദ്ദേഹം പ്രൈസ് ദി ലോർഡേ പറയത്തുള്ളൂ. കാരണം അദ്ദേഹം ഒരു ധ്യാനഗുരുവാണ് എന്ന്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യില്ല, നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചൊന്നും ചെയ്യുകയില്ല, ക്ഷമയോടുകൂടി മറ്റേ കാരണം കാട്ടിത്തരുമെന്നാണ് അദ്ദേഹം ഇവരെന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ധൈര്യപൂർവ്വം ഞങ്ങൾ ചെന്നു. അപ്പോഴാണ് അച്ഛൻ ഈ കരാട്ടയും ഇട്ടുകൊണ്ട് ബെഡ്റൂമിൽ നിന്ന് കരാട്ടെ ബെൽറ്റ് കെട്ടിക്കൊണ്ട് വന്ന വഴി അദ്ദേഹം ഇങ്ങനെ വെച്ചോടുകൂടി കുടിയിരിപ്പിയും കുന്നിലും 2 പേരും വാതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള അച്ഛൻ ആദ്യം ഞാനാണ് മുമ്പിൽ നിന്നത്. അദ്ദേഹം എന്നെ മുട്ടുകാലിന് കീഴ്വയറ്റിന് ഒരു പെരുമാറ്റം തന്നു. അതായത് 2 അടി പുറകോട്ട് മാറിയിട്ട് എടുത്തു ചാടി ആണ് എന്നെ അടിച്ചത്. അതിനോടൊപ്പം തന്നെ ഭീം 2 കാച്ച് എനിക്ക് 2 ഷോൾഡറിൽ തന്നു. അതോടുകൂടി എൻ്റെ കൈ 2 തളർന്നു പോയി സുഹൃത്തുക്കളെ. അപ്പോൾ അതോടുകൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 5-8 പേരുണ്ടായിരുന്നവർ അവരും ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തനിച്ചായി. കാരണം ഞാനൊരു ആക്സിഡൻറ്റിൽ നിന്ന് ആക്സിഡൻറ്റിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഞാനിങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല. അങ്ങനെ ഓടാൻ പറ്റാതിരുന്നുകൊണ്ട് അദ്ദേഹം എല്ലാ പെരുമാറ്റവും, അദ്ദേഹത്തിൻ്റെ എല്ലാ ദേഷ്യവും എൻ്റെ പുറത്തേക്ക് തീർത്തു. എന്നെ അടിച്ചു ചമ്മന്തിയാക്കി സുഹൃത്തുക്കളെ. ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ കാമ്പ് അദ്ദേഹം എടുത്തു. ഒരച്ഛൻ ഇങ്ങനെ കൂറിനായിട്ട് പോകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഒരച്ഛന് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ നിന്ന് അദ്ദേഹത്തിൻ്റെ കലി തീരുന്നവരെ ഇടതും വലതും എവിടെ നിന്നാണ് അടി വരുന്നത് എന്ന് പറയാനായിട്ട് ഒരു നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തെ തടയാനൊന്ന് പറ്റിയില്ല എനിക്ക്. കാരണം അദ്ദേഹം നിലത്ത് നിൽക്കുന്നില്ലല്ലോ. നിലത്ത് നിൽക്കുന്നില്ലായിരുന്നു എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ആക്സിഡൻറ്റ് പറ്റി എൻ്റെ 2 കാലിലും ഞാൻ ആകെ അവശനായിരുന്നു. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഞാൻ അവസാനം
ഇപ്പോൾ ഈ ഈ ഈ മറ്റൊരാശുപത്രിയിൽ ഞാൻ കിടക്കുകയാണ്. മറ്റൊരാശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മരുന്നുമില്ല, അവിടെ ഒന്നുമില്ല. അവിടെ വരുന്നത് മുഴുവൻ ആൾക്കാർ വസക്ടമി ചെയ്യാൻ മാത്രമാണ് വരുന്നത്. വരി കീറാനായിട്ട് മാത്രമേ വരുന്നവരുള്ളൂ അവിടെ. വേറെ ആരുമില്ല. എല്ലാവരും ഇപ്പോൾ പ്രൈവറ്റ് LF-ലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കൽദായരോട് പറഞ്ഞു എന്നെ LF കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് പേടിയാണ്. LF ചെന്നൈയിൽ ക്രിസ്ത്യാനികളുടെ ഈ വിമതരുടെ ആശുപത്രി ആയതുകൊണ്ട് അവർ വല്ല വിഷവും കുത്തിവെക്കുമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് പരത്തുന്നത്, വിമതർ പറഞ്ഞു പരത്തുന്നത്, ഇതിപ്പോൾ അവർ പറഞ്ഞു പരത്തുന്നത് ഞങ്ങൾ ഈ അച്ഛനെ അടിച്ചു എന്നാണ്, അവശനാക്കി എന്നാണ് പറഞ്ഞാണ് അദ്ദേഹം കള്ളക്കേസ് കൊടുക്കുകയും അദ്ദേഹം LF-ൽ അഡ്മിറ്റഡ് ആണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വേറെ ഏതാണ്ട് രാജഗിരിയിലോ മറ്റോ പോയി അഡ്മിറ്റായി എന്ന് പറയുന്നു. അത് ഞങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. എനിക്ക് ഒരു ഭാര്യയും 4 പിള്ളേരുണ്ട്. എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൽദായ സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഉദാരമായിട്ട് എൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തും വെറുതെ എന്നെ വിളിച്ചുകൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് ഈ ഞാൻ ഒരു മാഞ്ഞാലി അച്ഛൻ്റെ അടി മേടിക്കേണ്ട ഗതികേട് ഇവരാണ് എനിക്ക് വരുത്തി തന്നത്. ഞാൻ മിക്കവാറും ഈ കൽദായ പരിപാടി ഇതോടെ ഞാൻ നിർത്തും. ഞാൻ കോലൊടിച്ചിടാൻ പോവുകയാണ്. കാരണം ഈ വിമതന്മാരുടെ അടുത്ത് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എൻ്റെ പൊടി പോലും ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേപ്പോൾ അവിടെ ഭയങ്കര പ്രതിഷേധ ജാഥ നടത്തുന്നു അവർ. ഞാനിങ്ങനെ എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റുമെന്ന് തന്നെ അറിയാൻ പാടില്ല. കാരണം ഞാൻ അവരെ നാണം കെടുത്തി. മനുഷ്യ, നിങ്ങളിഞ്ഞ് നാണം കെടുത്തി പിള്ളേരുടെ കല്യാണം ഞങ്ങൾ നടത്തുന്നൊക്കെ പറഞ്ഞ് ഭാര്യ എൻ്റെ പുറത്തേക്ക് കയറുകയാണ്. ഒരു രക്ഷയില്ല വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗതികേടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശരിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇത് രാഷ്ട്രീയക്കാരുമായുള്ള കള്ള ആക്രമണമല്ലായിരുന്നു. ശരിക്ക് നല്ല കാച്ചായിരുന്നു കാച്ചിക്കൊണ്ടിരുന്ന അദ്ദേഹം. നിലം തൊടാതെയല്ലായിരുന്നു അടി പ്രയോഗം. ഇത് കാണിച്ചോടുകൂടി എൻ്റെ നല്ല ആത്മാവ് വിട്ടുപോയി. അത് കണ്ട മതിയായിരുന്നു. അത് കണ്ടതോടുകൂടി ഞാൻ അറിയാതെ പാൻസിൽ മുള്ളിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിതൊന്നും ഓർമ്മയില്ല. ഇപ്പം ഞാനങ്ങനെ ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോകും? ഒരു പെങ്കൊച്ച് കെട്ടിക്കാനായിട്ടിരിപ്പുണ്ട്. അവൾക്ക് കല്യാണം നടക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഈ വിമതന്മാരുടെ ഇടയിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല ഇവർക്കാർക്കും. ഈ കുടിയിരിപ്പിക്കും കിട്ടില്ല ഞങ്ങൾക്കാർക്കും, ഞങ്ങളുടെ പിള്ളേർക്കും. ഞാൻ അവിടെ നിന്ന് ഈ വടക്കൻ രൂപതകളിൽ നിന്ന് കൽദായരുടെ വല്ല ചങ്ങനാശ്ശേരി രൂപതയിലോ പാലായിലോ നോക്കണം, അല്ലാതെ രക്ഷയില്ല. അവർ നമ്മളെ അടുപ്പിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം ഈ എറണാകുളത്ത് ജനിച്ചവന്മാർ എന്നും വിമതരായിരിക്കും. എത്ര കൽദായാണെന്ന് പറഞ്ഞാൽ വിമതരായിരിക്കും. ഇതാണ് അവരുടെ കണക്കൂട്ടൽ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ആരോഗ്യ ഇതാണ്. അപ്പോൾ ഈ സ്വല്പം സംഭാവന നിങ്ങൾ ഉദാരമായിട്ട് ചെയ്യണം. കൽദായരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഉദാരമായിട്ട് ചികിത്സാ സഹായം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നല്ല ഗവൺമെൻറ് ആശുപത്രിയാണെങ്കിലും മറ്റൊരു ആശുപത്രിയാണെങ്കിലും നല്ല കൈക്കൂലി കൊടുക്കാതെ അവിടുന്ന് ചികിത്സ കിട്ടുകയല്ല. വേദനയ്ക്ക് പോലുള്ള മരുന്ന് തരുന്നില്ല അവർ. കിഴിവയറ്റിൽ ഇപ്പോഴും ഒരാന്തലാണ്. മുട്ടുകാൽ വെച്ചിട്ടുള്ള താങ്ങ്, അതിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യുക. നന്ദി. ഇനി ഒരു ജീവനുണ്ടെങ്കിൽ, ജീവൻ ബാക്കി കിട്ടിയാൽ പിന്നെ എപ്പോഴെങ്കിലും ഇനിയും വീഡിയോയിൽ വരാൻ നോക്കാം. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്.